അപ്പം ഇത് പുതിയ ബ്ലോഗല്ലേ? യെസ്. അപ്പം ഇന്ന് രാത്രി തൊട്ടാണ് നമ്മുടെ ബ്ലോഗ് തുടങ്ങുന്നത്. ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്, 10-10:30 ആയിട്ടുണ്ട്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, പ്രാക്ടീസ് ചെയ്തു വന്നു സ്റ്റാൻഡ്. കാരണം ഞാൻ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുമ്പം എനിക്കും കംഫർട്ടില്ല, കാണുന്ന നിങ്ങൾക്ക് ഒരു സുഖമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ വെച്ച് സ്റ്റാൻഡിൽ വെച്ചെടുക്കാമെന്ന്. അപ്പം ഞാൻ ഇതുവരെ കോമ്പറ്റീഷന് പോകുമ്പോൾ അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച് വൈ നോട്ട് സ്കൂളിലെടുക്കാം. അപ്പം ഇന്ന് പാക്ക് ചെയ്യുന്ന തൊട്ട് നാളെ മേക്കപ്പിൻ്റെയും റിസൾട്ടിൻ്റെയും എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേടിയുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം കോമ്പറ്റീഷന് പോയി കുറേ സംഭവിച്ചല്ലോ. അപ്പോൾ അതിൻ്റെയും പിന്നെ എല്ലാത്തിൻ്റെയും പിന്നെ എപ്പോൾ കളിച്ചാലും ഇപ്പോൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നെങ്കിലും എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ ഈ വട്ടം കോമ്പറ്റീഷനും ഉണ്ട് സ്കൂളിൽ. സോ ഞാൻ സ്റ്റാൻഡിൽ വെച്ചായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് പോകാം. ഇതാണ് പെട്ടി. ഒരു പെട്ടിയിൽ കൊണ്ടുപോകണം. ഇതാണ് 2 ഐറ്റം ഉണ്ട്, കുച്ചിപ്പുടി ആൻഡ് മോഹിനിയാട്ടം. ഇതിൽ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ കുച്ചിപ്പുടി കോസ്റ്റ്യൂം, എൻ്റെ ആസ്ഥാന കോസ്റ്റ്യൂം. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ വട്ടം ഇടാൻ പോകുന്ന. സോണലി ഒരു വട്ടം ഇട്ട്, സ്റ്റേറ്റ് ഒരു വട്ടം ഇട്ട്. സ്കൂളിൽ മാത്രം ഇട്ടിട്ടില്ല. കഴിഞ്ഞ വട്ടം ഞാൻ സ്കൂളിൽ സ്റ്റേറ്റിൽ, സോറി മൈ മിസ്റ്റേക്കാ, സ്കൂളിലും സോണലിലും വേറെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുക്കാന്ന്. ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കോസ്റ്റ്യൂം. സോ ഇതെടുത്ത് ഇവിടെ വയ്ക്കാം. നെക്സ്റ്റ് ഇതാണ് എൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂം. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. മോഹിനിയാട്ടം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ കളിക്കാൻ പോകുന്നത് സ്കൂളിൽ. ഞാൻ ആദ്യമായിട്ടിരുന്ന കോസ്റ്റ്യൂമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് മറയ്ക്കാൻ, ഇത് അകത്ത് വെക്കാൻ. ഇത് മുണ്ട്, ഇത് മറയ്ക്കാൻ. ഇത് ചെമ്പ്, ചെലങ്ക. ഞാനും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. തിരുപ്പന മിക്കവാറും ഞാൻ തിരുപ്പന എടുക്കാൻ മറക്കും. എന്റെ ഓർമ്മയിൽ വേണ്ട എന്നാണ്. തിരുപ്പന കൊണ്ടുവരും എന്തോ ഞാൻ മിക്കവാറും മറക്കും തിരുപ്പന എടുക്കാൻ. മോഹിനിയാട്ടാകുമ്പോ എന്റെ മുടി മതിയല്ലോ, എക്സ്ട്രാ നോ ഫിറ്റിംഗ്സ്. അതിനാ മാറ്റിയേ മൊത്തം. എന്നിട്ട് ആ ഗോൾഡ് 2 വള എടുത്തു പോയി. ഇതാണ് അളവ്, അത് എന്റെ വള ഇടുന്ന. അല്ല, അത് മതി. പിന്നെ ഞാൻ കുച്ചിപ്പുടിക്ക് എപ്പോഴും കുപ്പിവള ഇടും. അത് എനിക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഗ്രൂപ്പാണ് സെക്കൻഡ് ഡേ. സോ സെക്കൻഡ് ഡേക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പം ചുണ്ടിലേക്ക് ഒന്ന് മായിച്ച് ഇതിലൊക്കെ കഴിച്ചിട്ട് പ്രാക്ടീസ് നിൽക്കണം. 4 മണി വരെ പ്രാക്ടീസ് കാണും. സോ വാസ് ബ്രോ സഹായിക്കും, ഗൈസ് സഹായിക്കും. വിളിക്കട്ടെ. പെട്ടി എടുത്ത് തരുന്നില്ല എൻ്റെ അച്ചാച്ചൻ. എല്ലാവർക്കും ഒരു ആങ്ങള വേണം, എന്നാലേ അവരിത് മനസ്സിലാവുന്നുള്ളൂ. പെട്ടി വന്ന് എടുക്കട്ടെ, എന്നിട്ട് എനിക്ക് ബാക്കി എടുക്കാൻ പറ്റൂ. അച്ചാച്ചാ, മോഹിനിയാട്ടത്തിന്റെ പാവാട എൻ്റെ കയ്യിലല്ല. സോ അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മോർണിംഗ് എത്തിക്കും. ആദ്യം ഉച്ചയ്ക്കാണല്ലോ. സോ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ മാറി പോകണം. നല്ല മഴ. 11 മണി. മിൻറ്റ് ചട്നി, മുട്ട ആൻഡ് ദോശ കുറച്ച് നേരം ഉണ്ടാക്കി വെച്ചിട്ട്. മിന്തല്ല, പുതിനയില, തിരിഞ്ഞുപോയതാ പേര്. നല്ലൊരുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇപ്പോഴാണ് വായിക്ക് ടേസ്റ്റ് വന്നു, പനിയായോണ്ട്. 10 രൂപ. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ കോമ്പറ്റീഷൻ. എനിക്കറിഞ്ഞൂടാ, ഈ പനി വരും പോകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സമയം
5:45 ഞാൻ കുളിച്ച് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അമ്മ കുളിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചേച്ചീനെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകും. സ്കൂളിലാണ് മേക്കപ്പ്. അപ്പം അങ്ങോട്ട് ഇനി പോകണം. എന്തോ ഒരു മൂക്ക് അടച്ചിരിക്കുന്നു. ഇന്നലെ ആയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ എന്താണ്? എന്നാൽ രാവിലെ എനിക്ക് കളിക്കണം, മാറുമായിരിക്കും. സോ എല്ലാവരും പ്രാർത്ഥിക്കണം. പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഉണ്ടോ. സോ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. So, my dear friends, let us start today with one small habit and watch how it can transform our life. Thank you. പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട് രാത്രി. 2-നും ഫസ്റ്റ് കിട്ടി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം കുച്ചിപ്പുടി കഴിഞ്ഞ് വന്ന് മോഹിനിയാട്ടത്തിന് എടുക്കുമ്പോഴത്തേക്കും കുച്ചിപ്പുടി റിസൾട്ട് വന്നു. അപ്പം ഞാൻ ഓഡിറ്റോറിയത്തില്ല. പിന്നെ വന്ന് മോഹിനിയാട്ടം കളിച്ചിട്ട് വന്ന് ഫോട്ടോ എടുത്ത് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴും ഞാൻ ഓഡിറ്റോറിയത്തില്ല. സോ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം നാളെ രാവിലെ പോകണം. 7 മണിക്ക് 7:30 ആകുമ്പോൾ പോകണം. ഗ്രൂപ്പിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫാഷൻ ഷോ ഉണ്ട്. പിന്നെ വൈകിട്ട് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വെച്ച് സെപ്പറേറ്റ് ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യണം. കാരണം ഇത് കുറേ ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം. സോ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിടക്കുന്നതിന് മുമ്പേ വേണം കുളിക്കാൻ. തലയിൽ ജെല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുളിച്ച് ഇവിടെയൊക്കെ മേക്കപ്പ് അതൊക്കെ ഇനി കഴുകി കളഞ്ഞിട്ട് വേണം കിടക്കാൻ. നല്ല നാളെ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.